ഹോട്ടൽ സ്റ്റൈലിൽ നമുക്ക് വീട്ടിൽ നല്ലൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കില്ല. അതിന് വേണ്ടി സവാള, തക്കാളി, അതുപോലെ ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പോൾ വെളിച്ചെണ്ണയിൽ നമുക്ക് ഏലക്കായും കുറച്ച് പെരിഞ്ചീരകവും അതേപോലെ ഗ്രാമ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി, സവാളയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഉപ്പിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ വഴന്ന് വന്നാൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉപ്പിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായി വഴന്ന് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ ആയതിനു ശേഷം ഇതിലോട്ട് മുളക് പൊടി 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് പച്ചമണം മാറും വരെ ഒന്ന് നന്നാക്കി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ കുരുമുളകും അതേപോലെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇതിന് രാവിലെ കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ് കേട്ടോ. അതിലിട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് വിസിലിട്ട് നമുക്കൊരു 4 വിസിലിന് ശേഷം എടുത്ത് നോക്കി ഇതുപോലെ കിട്ടും. അപ്പോൾ ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.